ഒരു ടെസ്റ്റ് സീരീസിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ടീച്ചസ് ദ UPSC മൈൻഡ് സെറ്റ്. UPSC എങ്ങനെയാണ് ഫിലിംസിന് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു കൺവിക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ടെസ്റ്റ് സീരീസിൻ്റെ പ്രൈമറി പർപ്പസ്. അറിയാത്ത ഏരിയാസ് മനസ്സിലാക്കുക, അറിയാത്ത കണ്ടൻറ്റ് കിട്ടുക, അത് പഠിക്കുക, അതെല്ലാം സെക്കൻഡറി ആണ്. അതിനൊക്കെ പല മാർഗങ്ങളുമുണ്ട്. പക്ഷേ ഒരു ടെസ്റ്റ് സീരീസിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ടീച്ചസ് ദ UPSC മൈൻഡ് സെറ്റ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ UPSC സിമുലേഷന് വേണ്ടി ഇവിടെ സൈലം IAS ക്രിയേറ്റ് ചെയ്ത ഒരു ടെസ്റ്റ് സീരീസ് ആണിത്. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടൈം എടുത്ത് ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 95. Consider the following statements about ocean darkening. Statement 1. Ocean darkening refers to the reduction in light penetration through ocean waters, causing a shrinkage of the photic zone and threatening marine organisms dependent on sunlight. Ocean darkening in open ocean is primarily caused by sediment runoff from rivers and coastal erosion, which increases turbidity far from coastlines. 2-3 വട്ടം നിങ്ങൾ ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. ടൈം എടുത്ത് എല്ലാ വാക്കുകളും മനസ്സിലാക്കി ആ 2 സ്റ്റേറ്റ്മെൻറ്റുകളും വായിക്കുക. ആക്ച്വലി UPSC പ്രിലിംസിലെ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഈ ഒരു രീതിയിലുള്ളതായിരിക്കും. അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് കണ്ടന്റിൽ നിന്നുള്ള ചോദ്യമല്ല, ഡയറക്റ്റായിട്ടുള്ളൊരു ചോദ്യമല്ല. പക്ഷേ ഇതേപോലൊരു ചോദ്യം തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടും ആയിരിക്കും. ഇതേപോലുള്ള റീസണബിൾ ക്വസ്റ്റ്യൻസ് ആണ് പ്രിഡോമിനൻ്റ്ലി UPSC ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പം ഇങ്ങനൊരു ചോദ്യം ഒരിക്കലും നിങ്ങൾ വിടാനായിട്ട് പാടില്ല. വായിച്ച് ആൻസർ ചെയ്യുക. ബേസിക്കായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഈ സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു റീസണിങ് ക്വസ്റ്റ്യൻ പോലെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ആ ഒരു ക്വാളിറ്റി ആയിരിക്കും നമ്മളെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ ആലോചിച്ച് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം ഇതുവരെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോസ് ചെയ്യുക, അത് കണ്ടുപിടിച്ചിട്ട് ബാക്കി ഡിസ്കഷൻ കണ്ടാൽ മതി. ഓക്കെ, അപ്പം ഇതേപോലൊരു ചോദ്യം നമ്മൾ കണ്ടു UPSC ആക്ച്വൽ എക്സാമിന്. ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഡോണ്ട് ഫോഴ്സ് ആൻസർ. കൃത്യമായിട്ട് ഉത്തരം ഏതാ നമുക്ക് അറിയില്ല ഇതിൻ്റെ, പക്ഷെ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ചോദ്യത്തിൻ്റെ. അപ്പോൾ ചിലപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്കൊരു തോന്നൽ വരും, ഞാൻ എവിടേക്കോ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് കരുതി ആ ചോദ്യത്തിൽ തന്നെ നിങ്ങൾ പിന്നെയും വായിച്ച് ഡ്വെൽ ചെയ്യരുത്. പിന്നെ ആ ചോദ്യത്തിൻ്റെ മുകളിൽ നിങ്ങൾ കുത്തിയിരിക്കരുത്. ഒരു വട്ടം വായിച്ച് അത് മനസ്സിലാക്കുക. കൃത്യമായിട്ട് ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്നിട്ട് ഒരു റൗണ്ട് ആ 100 ക്വസ്റ്റ്യൻസിലൂടെയും പോയിട്ട് പിന്നെയും 2ാമത്തെ റൗണ്ടിൽ വേണം ഈ ചോദ്യം പിന്നെയും വായിക്കാനായിട്ട്. അങ്ങനെ 2-3 വട്ടം വായിക്കുമ്പോഴാണ് ഓർഗാനിക്കലി ഭയങ്കര കൺസിസ്റ്റൻസിയോടെ ഭയങ്കര ആക്യുറസിയോടെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സഹായിക്കും. ഡോണ്ട് ഫോഴ്സ് ദി ആൻസേഴ്സ്. റീഡ് ദം എഗെയിൻ ആൻഡ് എഗെയിൻ. വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പം ഇതിൽ തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഷൻ ഡാർക്കനിങ് റെഫേഴ്സ് ടു ഓഷൻ ഡാർക്കൻ ആവുക. അതിൻ്റെ വെർബ് മീനിങ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ റിഡക്ഷൻ ഇൻ ലൈറ്റ് പെനട്രേഷൻ. ഓഷൻ ഡാർക്കൻ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു റിഡക്ഷൻ ഇൻ ലൈറ്റ് പെനട്രേഷൻ ത്രൂ ഓഷൻ വാട്ടേഴ്സ്. ഓഷൻ വാട്ടറിലൂടെ ലൈറ്റ് കയറുന്നത് കുറയുന്നു. അത് കാരണം ഇറ്റ് റെഡ്യൂസസ് ദ ഫോട്ടിക് സോൺ ആൻഡ് ത്രെറ്റൻസ് മറൈൻ ഓർഗാനിസം ഡിപ്പെൻഡൻ്റ് ഓൺ സൺലൈറ്റ്. അതിൻ്റെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റീസണബിൾ സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഡാർക്കനിങ് എന്ന് പറഞ്ഞാൽ തന്നെ ലൈറ്റ് പെനട്രേഷൻ അല്ലെങ്കിൽ ലൈറ്റ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ
വെർബൽ മീനിങ് എടുത്തു നോക്കുമ്പോഴേക്കും സ്റ്റേറ്റ്മെന്റ് 1 മേക്സ് കംപ്ലീറ്റ് സെൻസ്. അത് ശരിയായിരിക്കാൻ തന്നെയാണ് സാധ്യത. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഓഷൻ ഡാർക്കനിങ് ഉണ്ടാവുന്നത്, ഓപ്പൺ ഓഷൻസിൽ ഓഷൻ ഡാർക്കനിങ് ഉണ്ടാവുന്നത് പ്രൈമർലി ബൈ സെഡിമെന്റ് റൺ ഓഫ് ഫ്രം റിവേഴ്സ് ആൻഡ് കോസ്റ്റൽ ഇറോഷൻ വിച്ച് ഇൻക്രീസസ് ടർബിഡിറ്റി ഫാർ ഫ്രം കോസ്റ്റ് ലൈൻസ്. ഓരോ വാക്കും വായിക്കുക, ആ സെന്റൻസ് പിന്നെയും വായിക്കുക, വായിച്ച് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഭയങ്കര ക്ലാരിറ്റിയോടെ ആ സെന്റൻസിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓപ്പൺ ഓഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺ ഓഷൻസ് ഫാർ അവേ ഓഷൻസിനെയാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ഭയങ്കര ഡീപ്പായിട്ടുള്ള ഫാർ അവേ ഓഷനെയാണ് നമ്മൾ ഓപ്പൺ ഓഷൻ എന്ന് പറയുന്നത്. കോസ്റ്റൽ വാട്ടർ, അതിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് വി എൻ്റർ ഓപ്പൺ ഓഷൻ. സെഡിമെന്റേഷനും സെഡിമെന്ററി റൺ ഓഫും മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും കോസ്റ്റൽ ഏരിയാസിലായിരിക്കും. ഒരിക്കലും ഓപ്പൺ വാട്ടേഴ്സിൽ, വളരെ ഡീപ്പായിട്ടുള്ള ഓപ്ഷൻ വാട്ടേഴ്സിൽ സെഡിമെന്റേഷൻ മൂലം ഡാർക്കനിങ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലേ? റിവേഴ്സ് എല്ലാം കൊണ്ടുവരുന്നത് സെഡിമെന്റ്സ് നമ്മുടെ കോണ്ടിനെന്റൽ ഷെൽഫ് ഒക്കെയുള്ള ആ കോസ്റ്റൽ റീജിയനിലേക്കാണ് സെഡിമെന്റേഷൻ നടക്കുക. അതുമൂലം ഓപ്പൺ വാട്ടേഴ്സ് ഡാർക്കൻ ആവുന്നു എന്ന് പറയുന്നത് ഇറ്റ് ഡസൻ മേക്ക് മച്ച് സെൻസ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാവാനാണ് സാധ്യത. അങ്ങനെ വരുമ്പം ദ ആൻസർ ഈസ് സി, സ്റ്റേറ്റ്മെന്റ് സി. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാൻ പറ്റുന്നൊരു ചോദ്യം തെറ്റിക്കരുത്. നമ്മുടെ കയ്യിലുള്ള ബേസിക് കണ്ടന്റ് വെച്ച്, റീസണിങ് വെച്ച് ശരിയാക്കാൻ പറ്റുന്നൊരു ചോദ്യം നിങ്ങൾ തെറ്റിക്കരുത്. ഇതങ്ങനെ ഒരു ചോദ്യമാണ്. UPSCയിലെ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഇങ്ങനെയുള്ളതായിരിക്കും. അപ്പം ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ പ്രിലിംസ് എഫേർട്ട്ലെസ്ലി ക്ലിയർ ചെയ്യൂ. ഓക്കെ, ബേസിക് കാര്യങ്ങൾ അറിയണം, പക്ഷേ പ്രിലിംസ് ക്ലിയർ ചെയ്യുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് വൺസ് യു ഹാവ് ലേൺ ദ ബേസിക് തിങ്സ് ഇറ്റ് ഡസൻറ്റ് അഷ്വർ യു ക്ലിയറിംഗ് പ്രിലിംസ്. പ്രിലിംസ് ക്ലിയർ ആവുമെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാൻ പറ്റുന്നൊരു ചോദ്യം നിങ്ങൾ തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വട്ടം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇത് മനസ്സിൽ വയ്ക്കുക. ഓക്കെ, ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ ചെയ്യുന്നതിൻ്റെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് UPSC മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ആക്റ്റീവ് സോൾവിങ്ങിലൂടെ ഇത്തരത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ മൗൾഡ് ചെയ്യുക എന്നുള്ളതാണ് ടെസ്റ്റ് സീരീസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ UPSC മോഡൽ സിമുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സൈലം IAS നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്കിന്ന് പോകാം. ഇതേപോലെ ഒരു ചോദ്യം നമുക്ക് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSCയിലെ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഇതേ മോഡലിലുള്ളതാണ്. അതായത് ബേസിക് കാര്യങ്ങൾ നമുക്ക് അറിയായിരിക്കും, ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് വൊക്കാബുലറീസും കാണും, പക്ഷേ ഉത്തരം ഏതാ എന്ന് വളരെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എത്താൻ പറ്റില്ല. ഇതേ രീതിയിലുള്ള ചോദ്യങ്ങളാണ് UPSCയിൽ ആ 100 ക്വസ്റ്റ്യൻസിൽ ഒരു 60-65ഓളം. അപ്പോൾ ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നതിലാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സമയമെടുത്ത് വായിക്കുക, ഉത്തരം ഏതാണ്ട് ആലോചിച്ച് എത്തുക. ഓക്കെ, അത് എത്താൻ വൈകുന്നു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം അതിലെത്തിയ ശേഷം വീഡിയോ കാണുക. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് about dugongs. Statement 1. Dugongs in India are considered ecosystem engineers because their grazing activity helps maintain the productivity and nutrient cycling of seagrass meadows. Regular grazing by dugongs reduces seagrass growth, causing long-term decline of seagrass meadows in tropical coastal waters. Which one of the following is correct in respect of the above statement? 2-3 ആവർത്തി ആ ചോദ്യം നിങ്ങൾ വായിക്കുക, സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വായിക്കുക, അതെന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങളല്ല, അയ്യോ എനിക്ക് അറിയില്ലല്ലോ എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. പകരം റാദർ അതിനെ വായിച്ച് മനസ്സിലാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. വായിച്ച് അതെന്താണ് മീൻ ചെയ്യുന്നത്, അത് ശരിക്കും അങ്ങനെ ആയിരിക്കുമോ, അങ്ങനെ ഒരു പുതിയ മെറ്റീരിയൽ നമ്മൾ വായിക്കുന്ന പോലെ ഒരു പുതിയ കാര്യം നമ്മൾ
അറിയാൻ വായിക്കുന്നത് പോലെ അതിനെ വായിച്ച് അനലൈസ് ചെയ്യുക. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും 2-3 ആവർത്തനങ്ങളൊന്ന് വായിച്ച് നോക്കുക. Dugongs in India are considered ecosystem engineers because their grazing activity helps maintain the productivity and nutrient cycling of seagrass meadows. Dugongs, sea cows നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം അതിനെ എക്കോസിസ്റ്റം എഞ്ചിനീയേഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റൽ എക്കോസിസ്റ്റത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ന്യൂട്രിയൻ സൈക്ലിങ്ങിനും ഒക്കെ ഒരു ഹെൽപ്പ് ചെയ്യും. വളരെ ജേർണലിസ്റ്റിക് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് അത്. എക്കോസിസ്റ്റവുമായിട്ട് ഇൻ ഹാർമണിയിൽ ജീവിക്കുന്ന ഏതൊരു ഇൻഡിജിനസ് ആനിമലും അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും അതേപോലെ തന്നെ അതിൻ്റെ നാച്ചുറൽ സൈക്കിൾ ഓഫ് ന്യൂട്രിയൻ റീസൈക്ലിങ്ങിൻ്റെ ഭാഗവുമായിരിക്കും. കാരണം പ്രകൃതിയിലൊരു സന്തുലിതാവസ്ഥ എപ്പോഴും ഉണ്ട്. ഓക്കെ, ഒരു എക്സോട്ടിക് സ്പീഷീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. പക്ഷേ ഓൾറെഡി ഉള്ള ഒരു സ്പീഷീസ് ഇറ്റ് ഓൾവേസ് ഹെൽപ്സ് ഇൻ കൺസേർവിങ് ബയോഡൈവേഴ്സിറ്റി, ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി, ഹെൽപ്പിംഗ് ദി ന്യൂട്രിയൻ സൈക്കിൾ. എല്ലാ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കിയേ. റെഗുലർ ഗ്രേസിംഗ് ബൈ ഡുഗോങ്സ് റെഡ്യൂസസ് സീ ഗ്രാസ് ഗ്രോത്ത്, കോസ്റ്റിംഗ് ലോങ് ടേം ഡിക്ലൈൻ ഓഫ് സീഗ്രാസ് മീഡോസ് ഇൻ ട്രോപ്പിക്കൽ കോസ്റ്റൽ വാട്ടേഴ്സ്. ആക്ച്വലി രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഭയങ്കര കോൺട്രഡിക്ടറിയാണ്. ഒന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരും, അത് നല്ല കാര്യമാണ്, ഇറ്റ്സ് എ ബെസ്റ്റ് തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ടു എക്കോസിസ്റ്റം എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പോകുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേമിൽ ഭയങ്കര പ്രശ്നമായിരിക്കും, അതെല്ലാം നശിപ്പിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പം രണ്ടിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റായിരിക്കൂ എന്നുള്ളത് ഉറപ്പാണ്. ഇതൊരു UPSC മോഡൽ ക്വസ്റ്റ്യനാണ്. ആക്ച്വലി ദി ക്വസ്റ്റ്യൻ ഈസ് സിമ്പിൾ, പക്ഷേ തെറ്റിക്കാനാണ് സാധ്യത. ഇതിൻ്റെ അകത്ത് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഏതായിരിക്കും? എയ്തർ സ്റ്റേറ്റ്മെൻറ്റ് 1 or 2, രണ്ടിൽ ഒന്നേ ശരിയാവത്തുള്ളൂ. കാരണം രണ്ടും കോൺട്രഡിക്ടറിയാണ്. ഇതിൽ ഏറ്റവും ശരിയാവാൻ സാധ്യതയുള്ളത് ഏതാ? സ്റ്റേറ്റ്മെൻറ്റ് 1. സോ ദ ആൻസർ ഈസ് statement 1 is correct, but statement 2 is correct. Okay. ഇതേ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കേണ്ടത്. സീരീസ് എന്ന് പറയുന്നത് ഒരു നോളജ് എക്സസൈസ് അല്ല, പകരം ഫോർ ഡെവലപ്പിംഗ് യുവർ ക്വസ്റ്റ്യൻ സോൾവിങ് സ്കിൽസ്. ഓക്കെ, നെക്സ്റ്റ് ടൈം നിങ്ങൾ ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിൽ വയ്ക്കുക. ശരിയാക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തെറ്റിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ക്ലിംസ് ക്ലിയർ ആവാതെ ഇരിക്കൂ. ഒരിക്കലും കണ്ടന്റ് കുറവായതുകൊണ്ട് ഇല്ലെങ്കിൽ കുറച്ച് ഏരിയാസ് നിങ്ങൾ പഠിച്ചില്ല എന്നുള്ളതുകൊണ്ട് ക്ലിംസ് നോക്കില്ല. പക്ഷേ ആ UPSC മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാത്തപ്പോഴാണ് നിങ്ങൾ ക്ലിംസ് ക്ലിയർ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുക. ഓക്കെ.